ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തമാശയ്ക്കായിട്ട് പോലും നമ്മൾ പല കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ എന്ത് പറയുമ്പോഴും എന്ത് വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴും അതെല്ലാം നമ്മുടെ വൈബ്രേഷൻ ലെവലിനെ റിവീൽ ചെയ്യേണ്ടതെന്ന് പറയാം. 21 ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ ചലഞ്ച് 8ാമത്തെ ദിവസത്തേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടെ ഭാഷയെക്കുറിച്ചാണ്, വാക്കുകളെക്കുറിച്ചാണ്. നമ്മുടെ ഉപബോധ മനസ്സിന് അറിയില്ല നമ്മൾ സംസാരിക്കുന്നത് തമാശയൊക്കെ ആയിട്ടാണോ അല്ലോ സീരിയസ് ആയിട്ടാണോ എന്ന് ഉപബോധ മനസ്സിന് അറിയില്ല. എന്ത് പറയുമ്പോഴും അത് നേരെ പ്രപഞ്ചത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രപഞ്ചം അത് നേരെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റേഷനിലൂടെ. പ്രത്യേകിച്ച് നമ്മൾ നെഗറ്റീവായിട്ട് പറയുന്ന തമാശ നിറഞ്ഞ കാര്യങ്ങൾ പോലും പെട്ടെന്ന് നമ്മളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്ന പറയാം. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് അപ്ഗ്രേഡ് യുവർ വൊക്കാബുലറി ആൻഡ് അപ്ഗ്രേഡ് യുവർ എനർജി ലെവൽസ്. 3 കാര്യങ്ങളാണ്. പെട്ടെന്ന് നോട്ട് ബുക്ക് എടുത്തോളൂ, പെയിൻ എടുത്തോളൂ. ഇപ്പോൾ തന്നെ നോട്ട് ചെയ്യുക 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഇന്ന് മുതൽ ചെക്ക് ചെയ്യുക എന്ത് വാക്കുകളാണ് എൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, എന്ത് ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1. 2, അത് നെഗറ്റീവായിട്ടുള്ള ഭാഷയാണ്, നെഗറ്റീവായിട്ടുള്ള സംസാരമാണ് വരുന്നത്. അപ്പോൾ തന്നെ 2 കൈകൾ എടുത്തുകൊണ്ട് ക്യാൻസൽ. അപ്പോൾ തന്നെ ആ ഭാഷയെ വാക്കിനെ കട്ട് ചെയ്ത് കളയാം. 3, റീറൈറ്റ് ഇറ്റ് അൺകോൺഷ്യസ്ലി. ബോധപൂർവം ആ പറഞ്ഞ സാധനത്തെ റീറൈറ്റ് ചെയ്യുക. എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയില്ലേ എന്തൊരു പാടാ ഇത് ചെയ്യാനായിട്ട് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും, അത് പാടായി മാറും. അതിന് പകരം ഇത് എത്ര എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഞാൻ ഈ മാസം 1 ലക്ഷം രൂപ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ പൈസയായിട്ട് എന്ന് പറയുന്നതിന് പകരം ഈ മാസം 1 ലക്ഷം രൂപ ഞാൻ എന്നിലേക്ക് വരുന്നതിന് പ്രതീക്ഷിക്കുന്നു. ഈ രീതിയിൽ നമ്മൾ ഭാഷകളെ, വാക്കുകളെ മാറ്റിപ്പിടിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മാറ്റിപ്പിടിക്കുക. വാക്കുകൾക്ക് വളരെ വളരെ പ്രാധാന്യമുണ്ട്. ജീവിതം ഇങ്ങനെ ആവാൻ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്, നമ്മൾ ഉപയോഗിക്കുന്ന മോശം ഭാഷകളാണ്. എന്നൊരു മാറ്റിപ്പിടിക്കുക. അതോടൊപ്പം ഭാഷ മാത്രം പോരാ, ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട 21 ദിവസം ചലഞ്ചാണ്. 21 ദിവസം എൻ്റെ കൂടെ യാത്ര ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയൊരു സാധനമായിട്ട് നമുക്ക് കാണാം. അതിലേക്കും ബൈ ഫ്രം രാകേഷ്.